ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ജെയ്ഡ് പ്ലാന്റ്, എലിഫന്റ് ബുഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതൊരു ലക്കി പ്ലാന്റ് കൂടിയാണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണിത്. പ്രത്യേകിച്ച് ഒരു വളത്തിൻ്റെയും ആവശ്യമില്ലാതെ വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു സർക്കുലന്റ് കൂടിയാണിത്. സർക്കുലന്റ് ഒക്കെ വളർത്തിയിട്ട് പെട്ടെന്ന് നശിച്ചു പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ പ്ലാന്റിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ ഈ പ്ലാന്റ് നമ്മൾ അറിയപ്പെടുന്നത് ജെയ്ഡ് പ്ലാന്റ് എന്നാണ്. എന്നാൽ ഈ പ്ലാന്റ് ജെയ്ഡ് പ്ലാന്റ് അല്ല. ഈ പ്ലാന്റിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് എലിഫന്റ് ബുഷ് എന്നാണ്. പൊതുവെ നേഴ്സറികളിലും മറ്റും ഇവയെ അറിയപ്പെടുന്നത് ജെയ്ഡ് പ്ലാന്റ് എന്നാണ്. ഈ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് പോർട്ടുലാകാരിയ അഫ്ര എന്നാണ്. പി അഫ്ര എന്നും അറിയപ്പെടുന്നു. ശരിക്കുമുള്ള ജെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് ആണ്. ഇവയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ക്രസൂള ഓവാച്ച എന്നാണ്. പോർട്ടുലാകാരി അഫ്ര എന്ന് പറയുന്ന എലിഫന്റ് ബുഷും ക്രസൂള ഓവാച്ച എന്ന് പറയുന്ന നമ്മുടെ ജെയ്ഡ് പ്ലാന്റും ഒരേ കാറ്റഗറിയിൽ പെടുന്ന പ്ലാന്റ്സ് ആണ്. ഇവ രണ്ടും സർക്കുലന്റ് വിഭാഗത്തിൽ പെടുന്നവയാണ്. ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീഫ് മണ്ണിൽ കുത്തിവെച്ച് സ്റ്റെം കട്ടിംഗ് ഉപയോഗിച്ച് നമുക്ക് നടാവുന്നതാണ്. ഞാനിവിടെ അതിനായി ഒരു സ്റ്റെം കട്ടിംഗ് എടുക്കുകയാണ്. അതിനുശേഷം ഇത് നടാനുള്ള പോട്ടി മിക്സാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിനായി ഇവയുടെ പോട്ടി മിക്സിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മണ്ണ്, മണൽ, ചകിരിച്ചോറ്, പെർലൈറ്റ്, ചാണകപ്പൊടി ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊരു സർക്കുലൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവയുടെ വാട്ടറിങ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളം കൂടിപ്പോയാൽ ഇല കൊഴിച്ചിലും തണ്ട് ചീയലും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ രണ്ട് പ്ലാന്റ്സും ഇലകളിലും തണ്ടുകളിലും വെള്ളം സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രം ഇവയ്ക്ക് മതി. നമ്മളിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ഡ്രൈ ആയെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഈ പ്ലാന്റ്സിനെ മണി പ്ലാന്റ്, മണി ട്രീ, ലക്കി ട്രീ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഫ്രിഡ്ജുവിൽ ജെയ്ഡ് പ്ലാന്റിന്റെ സ്ഥാനം വളരെ വലുതാണ്. ഈ പ്ലാന്റിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. വീടിന്റെ മുൻവശത്തായുള്ള വാതിലുകളിൽ ഈ പ്ലാന്റ് വെക്കുന്നത് സമ്പൽ സമൃദ്ധി കൊണ്ടുവരാൻ വളരെ നല്ലതാണെന്നും പറയപ്പെടുന്നു. നല്ലൊരു എയർ പ്യൂരിഫയർ പ്ലാന്റ്സ് ആണ് ഇവ. ഈ രണ്ട് പ്ലാന്റ്സിനെയും നമുക്ക് ബോൺസായി ആക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ്സ് ആണ്. ഈ രണ്ട് പ്ലാന്റ്സിന്റെ ജന്മദേശം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. ഈ എലിഫന്റ് ബുഷ് പ്ലാന്റിന് എലിഫന്റ് ബുഷ് എന്ന് പേര് വരാൻ കാരണം എലിഫന്റ്സ് കൂടുതലായി ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്. ഇവ വീടിനടുത്തെല്ലാം നല്ല ബുഷിയായിട്ടാണ് വളർന്നു വരുന്നത്. ഇവിടെ ഒരു ഇല വീണാൽ മതി, അവിടെ നല്ല ബുഷിയായിട്ട് വളർന്നു വരും. ഇതൊരു എവർഗ്രീൻ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുവരാൻ എന്നെ സഹായിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.